നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഘടനയെ പിടിച്ചു നിർത്തുന്നത് തന്നെ സത്യത്തില് പ്രവാസികളാണ്. പക്ഷെ ഈ പ്രവാസി വിഷയത്തിൽ ഈ 10 വർഷക്കാലമായിട്ട് എന്ത് ഇനീഷ്യേഷനാണ്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എന്നുള്ള നിലക്ക് എന്താണ് പിണറായി സർക്കാർ എടുത്തത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അവശേഷിക്കല്ലേ. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം പ്രവാസികൾ നാട്ടിലേക്ക് അയച്ചത് ഏകദേശം 2.16 ലക്ഷം കോടി രൂപ. സർക്കാരിന്റെ വരുമാനം നോക്കുകയാണെങ്കിൽ 1.32 ലക്ഷം കോടി രൂപ മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സർക്കാരിന്റെ വരുമാനത്തെക്കാൾ ഇരട്ടിയിലധികം പൈസ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു 10-15 കൊല്ലം, ഞാൻ 92 ഇവിടെ വന്നു 25 വർഷമായി. ഞാനിപ്പോ നാട്ടിൽ പോയി കൂടണമെന്ന് ഇങ്ങനെ ആലോചിച്ചാന്നല്ല, നാട്ടിൽ പോയി എങ്ങനെ അവിടെ കൂടാന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നു. അപ്പൊ നാട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ തിരിച്ചു പോകും. എത്തണം പോകണം, പോയിട്ട് തിരിച്ചു പോരില്ല എന്നുള്ളതൊക്കെ വിചാരിച്ചു പോയാലും ഇതാണ് അവസ്ഥ. പ്രവാസികളും പല സംരംഭങ്ങളും തുടങ്ങാൻ ആഗ്രഹിക്കും, പക്ഷെ അതൊന്നും എവിടെ എത്താതെ പോകണം. നീണ്ട 10 വർഷത്തോളം കാലമായി പിണറായി വിജയൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി സമയങ്ങളിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ സന്ദർശിച്ച സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് പ്രവാസികൾക്ക് നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് UAE വന്ന സമയത്ത് ആ വാഗ്ദാനങ്ങളിൽ തിരിച്ചെത്തുന്ന പ്രവാസിക്ക് പെൻഷനും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്ന പ്രവാസികൾക്ക് തൊഴിൽ തുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കുന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രവാസി എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങുമ്പോൾ, ഒരു ആർട്ടിസ്റ്റ് ഒരു പെട്ടിക്കട പോയി തുടങ്ങുമ്പോൾ അവിടെ സഖാക്കൾ ചുവന്ന കൊടി കുത്തിയിട്ട് നിഷേധം രേഖപ്പെടുത്തി ആ പെട്ടിക്കട പോലും പൊട്ടിക്കുന്ന ഒരു രൂപത്തിലേക്കാണ് പ്രവാസി. അപ്പം ഉദാഹരണത്തിന് നമ്മളെ ആന്തൂരിലെ സാജൻ 15 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു വ്യവസായം തുടങ്ങിയത്. അത് ചുവപ്പ് നാടിൽ കുടുങ്ങി പ്രതിഷേധങ്ങളിടയിൽ അത് പൂട്ടി അദ്ദേഹം ആത്മഹത്യ ഉണ്ടായിരുന്നു. 10 വർഷമായിട്ട് ഇപ്പോ പിണറായി വിജയൻ ഭരിച്ചു. ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് പിണറായി സർക്കാർ ഇപ്പൊ ചെയ്തത് ഒരു 2, 3, 4 തവണ ലോക കേരള സഭ നടത്തിയെന്നുള്ളത്. ഈ ലോക കേരള സഭ നടത്തിയിട്ട് ഒരുപാട് പൈസ ഈ ഖജനാവിന്ന് പോയി നിന്നില്ലാതെ പ്രമാണികൾക്ക് പരോക്ഷമായോ പ്രത്യക്ഷമായോ സാധാരണപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ട പിന്നെ ഗൾഫ് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഉണ്ടായിന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഒരാൾക്കും കഴിയില്ല. കുറെ പ്രമാണികൾക്ക് മുന്നാറിലൊക്കെ കൊണ്ടുപോയിട്ട് എന്താണ് വലിയ വലിയ ആളുകളെ സർക്കാർ ചെലവില് ഖജനാവ് കാലിയായി. വളരെ കറക്റ്റ്. ഇവര് നമ്മളെ നാട്ടിലെ ഓണം, ക്രിസ്മസ്, പെരുന്നാള് ഇതുപോലുള്ള ആഘോഷ ദിവസങ്ങളില് കുടുംബത്തോടൊപ്പം ഒന്ന് പോണമെന്ന് കരുതി കഴിഞ്ഞാല് ഈ സീസണില്, ഉത്സവ സീസണില് വിമാന കമ്പനികൾ ഈടാക്കുന്ന പ്രൈസ് അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കണം. അതിനുവേണ്ടി ഈ 10 വർഷം ഒരു ചെറുവര പോലും അനക്കാത്തൊരു ഗവൺമെന്റാണ് നമ്മുടെ നാട്ടിൽ. കൊറോണ സമയത്ത് ഒരുപാട് പ്രവാസികൾ നാട്ടിൽ മടങ്ങി പോകുന്ന സാഹചര്യം. അവർക്ക് പല വാഗ്ദാനങ്ങളും ഈ ഗവൺമെന്റ് നടപ്പിലാക്കി. അതിൽ ഒന്നുപോലും ഒരു പ്രവാസിക്ക് പോലും ഏതെങ്കിലും രൂപത്തിൽ ഒരു ഗുണം ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തില്. ഞാന് ഇതേ വർഷം പോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നാട്ടിൽ ചെയ്തു കൂടണമെന്ന് ആഗ്രഹം ഉണ്ടാവും എപ്പോഴും. 10 വർഷം മുമ്പേ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചു ഒന്ന് നാട്ടിൽ എന്തെങ്കിലും നല്ലൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. അതിനിടയ്ക്ക് 10 വർഷം മുമ്പ് പിണറായി വന്ന ശേഷം അതിനൊരു സാഹചര്യം ഇല്ലാതായി, പേടിയായി. കാരണം എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ പേടിയാണ്. എല്ലാം ചുവപ്പ് നാടയിൽ എല്ലാം കൂടി പോവാ, ചുവപ്പ് നാടിൽ കൂടി പോവാ. അപ്പൊ അതിന് ഒരു മനസ്സ് ധൈര്യം വരാത്ത ഒരു സംഭവമായി പോയി. കാരണം അപ്പൊ എന്തുകൊണ്ട് ഒരു ഭരണമാറ്റം നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പ്രവാസികാരെ വകുപ്പനുണ്ടായി, അതിന് മന്ത്രി തന്നെ ഉണ്ടായിരുന്നു. ഹസൻ സാഹിബ് അതിന്റെ വകുപ്പ് മന്ത്രിയായിരുന്നു. അന്നൊക്കെ പ്രവാസികളുടെ കാര്യങ്ങൾക്ക് നിരന്തരം വയലാർ രവി കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹസന് പിന്നെ കേരളത്തില് ഇടപെടലുണ്ടായിരുന്നു. പ്രവാസികളുടെ വിഷയത്തിൽ തക്കതായ ഇടപെടലുണ്ടായിരുന്നു. നാട്ടിലേക്ക് പോകേണ്ട ക്രിസ്മസിലോ അല്ലെങ്കിൽ ഓണത്തിനോ പെരുന്നാളിനോ പോകണമെങ്കിൽ ഭയങ്കര റേറ്റാ ഫ്ലൈറ്റ്, അല്ലെ? വലിയ റേറ്റ്. അതുപോലെ തന്നെ ഇപ്പൊ എല്ലായിടത്തും പശ്ചിമേഷ്യയിലും ഒരു യുദ്ധഭീഷണി ഉണ്ടാകുമ്പോൾ ആ യുദ്ധത്തില് ആളുകൾക്ക് പ്രയാസം കിട്ടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ജോലി ചെയ്യാത്ത ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പോകാൻ ഒരു ഫ്ലൈറ്റ് മര്യാദക്കില്ല, ഒരു എൻക്വയറി പോലും ഇല്ല. ഈ അതായത് ഒരു സർക്കാർ എന്ന നിലക്ക് ഈ കോടിക്കണക്കിന് രൂപ, അതായത് സർക്കാരിന്റെ നാട്ടിൽ നിന്നുള്ള ടാക്സിന്റെ വരുമാനത്തിന് അധികം അതിന്റെ ഇരട്ടി പൈസ എന്ത് ചെയ്യാണ് വിദേശ നാണ്യം നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന പ്രവാസികളാണ്. 1 കോടി ഇന്ത്യക്കാര് വിദേശത്തുള്ളതാണ്. ഇന്നാ ഇവരെ ആശങ്കയിൽ ഒരു നല്ല വാക്ക് പറഞ്ഞു ഇല്ല, നല്ല വാക്ക് പോയിട്ട് അവർക്ക് പ്രയാസം ഉണ്ടോ എന്നുള്ളത് കൂടി ചെയ്തു. അപ്പൊ അങ്ങനത്തെ സർക്കാരിനെ നമ്മൾ ഇനി വെച്ചെടുക്കാറില്ല. സൗദി KMCCന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പ്രവാസി സമൂഹത്തിന് ഉറപ്പ് നൽകാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് UDF സർക്കാർ അധികാരത്ത് വന്നിട്ടുണ്ടെങ്കിൽ
പെൻഷൻ ഒരു 5000 രൂപ ആക്കി മാറ്റാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തുന്നുള്ളതായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ പ്രവാസികൾ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഉപയോഗിച്ച് ഈ ചുവപ്പ് നാടയിൽ കൊടുങ്ങാതെ അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങൾക്കും ഉള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിക്കുന്ന ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. UDF കാലത്ത് തന്നെയാണ് പ്രവാസികൾക്ക് എന്തെങ്കിലും അഹമ്മദ് സാഹിബൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് പ്രവാസിക്ക് എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അഹമ്മദ് സാഹിബ് ഇടപെടുന്നു, അല്ലെങ്കിൽ നേരിട്ട് ഓടിയെത്തി ആ പ്രശ്നം പരിഹരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പൊള്ളയായ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് വേണ്ടത് ഇടപെടലുകൾ ആളുകൾക്ക് ഗുണം കിട്ടും. കാരണം പ്രവാസി എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടണം. എന്നാൽ എല്ലാത്തിനും പ്രവാസി വേണം. നമ്മളെ നാട്ടിലെ വരുമാനം എന്ന് പറഞ്ഞാല് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതൊക്കെ തുടങ്ങിയതാണ് സർക്കാരാണ്. അല്ല, പ്രവാസികളല്ല. പ്രവാസികൾ ഇവിടെ അധ്വാനിക്കുന്ന കാശുകൊണ്ട് അല്ലെ? അപ്പൊ പ്രവാസിയുടെ കയ്യൊപ്പത്തില്ലാത്ത ഒരു സംഭവം അതിമത് കിട്ടുന്ന ടാക്സ് ആകെ പോണ് ഗവൺമെന്റ് സർക്കാർ വരുമാനമൊക്കെ പോണ്. എന്നിട്ടും ഒരു പ്രവാസിക്കൊന്നുമില്ല, ഒരു ആനുകൂല്യം ഇല്ല, എന്നും അവഗണന മാത്രമാണ്. കൊറോണ സമയത്ത് മടങ്ങി വന്ന പ്രവാസികൾക്ക് 5000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞ ഗവൺമെന്റാണ്. ഞാൻ ആ കൊറോണ സമയത്ത് നാട്ടിൽ വിട്ടുപോയ ഒരു പ്രവാസിയാണ്. ഞാൻ 2-3 പ്രാവശ്യം 5000 രൂപയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ 1 രൂപ പോലും കിട്ടില്ല. അപേക്ഷിക്കാൻ നമ്മൾ ചെലവാക്കിയ പൈസ നമുക്ക് നഷ്ടം എന്നല്ലാതെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു സഹായം കിട്ടും. ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിന് മുഖം തിരിക്കുന്ന സർക്കാരല്ല വേണ്ടത്. അത് ആവശ്യം ശ്രദ്ധാപൂർവ്വം കേട്ട് പരിഗണിക്കേണ്ട സർക്കാർ. അതിന് ഇടപെടൽ നടത്താൻ പറ്റുന്ന അനുയോജ്യമായ ഗവൺമെന്റ്. അതിന് നമുക്കറിയാം 10 വർഷം പിന്നെ ഇവിടെ ഭരിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ നിലവിലുണ്ടായിരുന്ന സാഹചര്യവും അതിന് മുമ്പ് വെച്ച UDF സർക്കാരിന്റെ സാഹചര്യവും ഇനി വരാനിരിക്കുന്ന സർക്കാർ വരുമ്പോഴുള്ള മാറ്റം അതുകൊണ്ടാണ് നമ്മൾ അത് താരതമ്യം ഓരോ പ്രവാസിയും അത് താരതമ്യം ചെയ്യും.